ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 65 അതിൻ്റെ 6 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. അവൻ ബലം അരയ്ക്ക് കെട്ടിക്കൊണ്ട് തൻ്റെ ശക്തിയാൽ പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു. അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലകവും ശമിപ്പിക്കുന്നു. ഭൂസിമവാസികളും നിന്റെ ലക്ഷ്യങ്ങൾ നിമിത്തം ഭയപ്പെടുന്നു. ഉദയത്തിൻ്റെയും അസ്തമയത്തിൻ്റെയും ദിക്കുകളെ നീ ഘോഷിച്ചുല്ലസിക്കുമാറാക്കുന്നു. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു. നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. അതിൻ്റെ 4 മുതലുള്ള വചനത്തിൽ നമ്മൾ കേട്ടതുപോലെ, നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യന് വേണ്ടി യഹോവയായ ദൈവം ഭൂമിയിൽ ഒരുക്കുന്ന ഏറ്റവും മനോഹരമായ അനുഗ്രഹങ്ങളെ, അനുഭവങ്ങളെ നമ്മളിവിടെ വായിച്ചു കേൾക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആകാശവും ഭൂമിയും സകലവും നിർമ്മിച്ചവനായ കർത്താവ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായതായ ഈ പ്രപഞ്ചത്തിൽ സ്തോത്രം, മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന ഈ ഏറ്റവും വലിയ സ്ഥാനത്തെ നമ്മളവിടെ കാണുന്നുണ്ട്. മനുഷ്യന് വേണ്ടതെല്ലാം ദൈവം നിറച്ചു കൊടുക്കുന്നതിനെക്കുറിച്ച് നമ്മളിവിടെ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ ജനം ആമേ സ്തോത്രം, ദൈവം കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട്, അനുഭവങ്ങൾ കൊണ്ട് ദൈവസന്നിധിയിലെ നല്ല സാക്ഷികളായി തന്നെ തീർന്നുകൊണ്ട് കർത്താവിന് വേണ്ടി നിത്യം ആരാധിക്കുന്ന മക്കളായി തീർന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളെ നമ്മളിവിടെ കേൾക്കുമ്പോൾ സ്തോത്രം, നമുക്കും ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഓരോ ദിവസവും ദൈവം നടത്തുന്ന നന്മകൾക്കായി നന്ദിയോടെ സ്തോത്രം. ഇത്രത്തോളം ദൈവം നമ്മളെ സഹായിച്ചില്ലേ. ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും വേദനകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നെങ്കിലും നമ്മളെ ഇത്രത്തോളം ദൈവം നടത്തിയ നന്മകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ ഈ ശേഷിക്കുന്ന കാലം നമുക്കതിനു വേണ്ടി ഒരുങ്ങാൻ ദൈവം ഇടയാക്കട്ടെ. കിട്ടിയ നന്മകളെ മാത്രം ഓർക്കാൻ, അത് മാത്രം ഓർത്തുകൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം ഇടയാക്കട്ടെ. ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട്, ആ പാദപീഠത്തിലിരുന്നു കൊണ്ട് സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ സകല നന്മകളും അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ വാഴ്ത്തുവാനിടയാക്കട്ടെ. ചിലപ്പോൾ നമ്മൾ ഓർക്കും, ജീവിതത്തിലെ എന്തെല്ലാ കഷ്ടങ്ങളും കണ്ണുനീരും വേദനയൊക്കെ കടന്നു വന്നു. ഒന്നോർത്താൽ ആ കണ്ണുനീരിനകത്തുനിന്നും ആ ദുഃഖങ്ങൾക്കകത്തുനിന്നും ഒത്തിരി അനുഭവങ്ങൾ എടുത്തു പറയാനുണ്ട് ദൈവമക്കളെ. അതൊക്കെയാണ് ആ കഷ്ടകാലങ്ങളിൽ ദൈവം നടത്തിയ നന്മകളെയൊക്കെ ഓർത്താൽ സ്തോത്ര, ദൈവമേ എത്രത്തോളം ദൈവത്തെ മഹത്വപ്പെടുത്തിയാലും മതിയാകില്ല. അത്രമാത്രം വളരെ കൈമിടക്കോടുകൂടി തന്നെ നമ്മളെ വഴി നടത്തുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങളെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നൽകിയ നന്മകളല്ലാതെ ജീവിതത്തിൽ ഒന്നുമില്ല കർത്താവേ. എൻ്റെ യേശുവേ സ്തോത്രം. ഇത്രത്തോളം ദൈവം ഞങ്ങളെ വഴി നടത്തിയ വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഷ്ടങ്ങളും കണ്ണുനീരും വേദനകളും ഒക്കെ ജീവിതത്തിലൂടെ കടന്നു പോയപ്പോൾ അതിനകത്തൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവമേ, അങ്ങ് എത്ര നല്ലവനാ ദൈവമേ. എത്രത്തോളം നീ ഞങ്ങളെ കരുതുന്നു, എത്രത്തോളം നീ ഞങ്ങളെ സ്നേഹിക്കുന്നു. ദൈവമായ കർത്താവ് അവിടുന്ന് നൽകിയ എല്ലാ ഉപകാരങ്ങൾക്ക് തക്കവണ്ണം നന്ദി നിറഞ്ഞ മനസ്സോടുകൂടി അന്ത്യം വരെയും കർത്താവെ ആ പാദപീഠത്തിൽ നന്ദിയുടെ വാടാ മലരായി കിടക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പ കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.